everyone, welcome back to Talmi's Diary. എൻ്റെ കഴിഞ്ഞ വ്ലോഗ് എന്ന് പറയുന്നത് യു കെയിലെ ടീച്ചിങ് പ്രൊഫഷനെ പറ്റിയായിരുന്നു. ആ വ്ലോഗ് കണ്ടപ്പോൾ കുറച്ച് സ്റ്റുഡൻസൊക്കെ എനിക്ക് ഫേസ്ബുക്കിലായിട്ടും അതുപോലെ യൂട്യൂബിലൊക്കെ ആയിട്ട് ഇങ്ങനെ ഡൗട്ടുകൾ കുറേ ചോദിച്ചു. അതായത് യു കെയിലോട്ട് ഇൻ്റർനാഷണൽ സ്റ്റുഡൻസ് വരുമ്പോഴുള്ള പ്രോബ്ലംസും വർക്ക് പെർമിറ്റ് കിട്ടുമോ അങ്ങനെ കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ തോന്നി നമുക്ക് അതെല്ലാം കൂടെ ഒന്നിച്ചൊരു വ്ലോഗായിട്ട് ചെയ്യാമെന്ന്. യു കെ എന്ന് പറയുന്നത് ഇംഗ്ലണ്ട്, വെയിൽസ്, നോർത്തേൺ അയർലൻഡ്, സ്കോട്ട്ലൻഡ് ഈ നാലും കൂടി ചേർന്നാണ് യു കെ. കുറേ പേരൊക്കെ വിചാരിച്ചിരിക്കുന്ന സ്കോട്ട്ലൻഡ് എന്ന് പറയുന്നത് വേറൊരു രാജ്യമാണ്. ശരിക്കും സ്കോട്ട്ലൻഡും യു കെയുടെ ഒരു ഭാഗം തന്നെയാണ്. യു കെയുടെ പുതിയ റൂൾ അനുസരിച്ചിട്ട് നമുക്ക് കോഴ്സ് കഴിഞ്ഞ് കഴിയുമ്പോൾ എല്ലാവർക്കും തന്നെ 2 years സ്റ്റേ ബാക്ക് ഉണ്ട്. ഈ 2 വർഷത്തിനുള്ളിൽ നമ്മൾ ഏതെങ്കിലും ഒരു നല്ല കമ്പനിയിൽ ജോലി കണ്ടുപിടിച്ച് വർക്ക് പെർമിറ്റ് കിട്ടുവാണെങ്കിൽ നമുക്ക് യു കെയിൽ നിൽക്കാൻ പറ്റും. നമുക്ക് പി ആറിന് ഇവിടെ 5 വർഷമാണ് വേണ്ടത്. അപ്പോൾ ഈ 5 വർഷം കാൽക്കുലേറ്റ് ചെയ്യുന്നത് നമുക്ക് വർക്ക് പെർമിറ്റ് എന്ന് തുടങ്ങി കിട്ടുന്നു ആ വർഷം തുടങ്ങിയ സ്റ്റുഡൻറ് പീരീഡ് കാൽക്കുലേറ്റ് ചെയ്യത്തില്ല കേട്ടോ. പിന്നെ മെയിനായിട്ട് നമുക്ക് ജോലി കിട്ടാന്ന് പറയുന്നത് നല്ല യൂണിവേഴ്സിറ്റി ഒക്കെ നോക്കി സെലക്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് ആർക്കും പറയാൻ പറ്റത്തില്ല ഏത് കോഴ്സിനാണ് നമുക്ക് ഇവിടെ ജോബ് കിട്ടാന്നുള്ളത്. അപ്പോൾ ഏറ്റവും നല്ലൊരു യൂണിവേഴ്സിറ്റി നോക്കി ചൂസ് ചെയ്യുവാണെങ്കിൽ നമുക്ക് നല്ല കമ്പനീസൊക്കെ ആ യൂണിവേഴ്സിറ്റിനെ അപ്രോച്ച് ചെയ്തിട്ട് പ്ലേസ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ പ്ലേസ്മെൻറ്റ് വഴിയായിട്ട് നമുക്ക് എന്നാ പറയുക വർക്ക് പെർമിറ്റ് നമുക്ക് അവിടെ നിന്ന് കിട്ടുവാണെങ്കിൽ വളരെ നല്ല കാര്യം. പക്ഷെ നമുക്ക് ആർക്കും നമുക്ക് ഗ്യാരണ്ടി പറയാൻ പറ്റത്തില്ല വർക്ക് പെർമിറ്റ് കിട്ടുമോ ഇല്ലെന്നുള്ളത്. ചില കമ്പനീസിന് സ്പോൺസർഷിപ്പ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും, ചിലവർ സ്പോൺസർഷിപ്പ് തരത്തില്ല. അപ്പോൾ ഈ 2 വർഷം നമുക്ക് ചിലപ്പോൾ ജോലി കിട്ടുമായിരിക്കും, പക്ഷെ സ്പോൺസർഷിപ്പ് കിട്ടിയാലാണ് നമുക്ക് ആ 2 വർഷം കഴിഞ്ഞാലും നിൽക്കാൻ പറ്റും. എന്ത് കാര്യത്തിനും പോസിറ്റീവ് സൈഡ് ഉണ്ടല്ലോ, അപ്പോൾ നമ്മൾ ബി പോസിറ്റീവ്. മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കാര്യം നമ്മൾ നമ്മുടെ കോഴ്സ് നല്ല വൃത്തിക്ക് കംപ്ലീറ്റ് ആക്കുക. ഇവിടെ കൂടുതലും വരുന്ന സ്റ്റുഡൻസ് കുറേയൊക്കെ പൈസ ഉണ്ടാക്കണമെന്ന് വിചാരിച്ചായിരിക്കും വരണേ. അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, ട്യൂഷൻ ഫീസ് നല്ല ഹൈ എമൗണ്ട് ആണ്. അപ്പോൾ എന്തായാലും അവർക്ക് പേ ചെയ്യണം. പക്ഷേ അതിൻ്റെ ഒപ്പം തന്നെ സ്റ്റഡീസും കൂടെ കൊണ്ടുപോയി കോഴ്സ് വരേക്ക് കംപ്ലീറ്റ് ചെയ്താലാണ് നല്ല കമ്പനികൾ നമുക്ക് ജോലി കിട്ടത്തുള്ളൂ. പിന്നെ കുറേയൊക്കെ നമ്മുടെ ഹാർഡ് വർക്കും ലക്കും അതൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. നമുക്ക് എന്തായാലും ജോലി കിട്ടും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെ എല്ലാവർക്കും ഇങ്ങോട്ടേക്ക് വരാം. യു കെയിൽ വന്ന ജോലി കിട്ടുമോ? യു കെയിലെ കോളേജ് ലൈഫ് എങ്ങനെയായിരിക്കും? അടിച്ചു പൊളിക്കാൻ പറ്റുമോ? ഒരു സ്റ്റുഡൻറ്റ് യു കെയിൽ വന്ന ആദ്യം എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യേണ്ടത്? ഇങ്ങനെയുള്ള കുറേ ചോദ്യങ്ങളുടെ ഉത്തരത്തിന് വേണ്ടിയിട്ട് നമുക്ക് വീഡിയോയിലോട്ട് പോകാം. എൻ്റെ അടുത്ത് നാട്ടിൽ നിന്ന് വന്നേക്കുന്ന കുറച്ച് സ്റ്റുഡൻസ് ഉണ്ട്. ഞാൻ നിങ്ങളോട് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യണേക്കാൾ നല്ലത് നമുക്ക് അവരോട് ചോദിച്ച് മനസ്സിലാക്കാം. ഹായ് മെർലി. ഹായ് ചേച്ചി. മെർലിൻ ഇപ്പോൾ ഏത് കോഴ്സാണ് ചെയ്യുന്നത് ഇവിടെ? ഞാനിവിടെ MSc പ്രൊജക്ട് മാനേജ്മെന്റ് ആണ് ചെയ്യുന്നത്. എത്ര നാളെ വന്നിട്ട്? ഞാൻ ജാനുവരി 2020 വന്നതാണ്. ഇപ്പോൾ ഏകദേശം ഒരു 10 മാസം ആകാറായി. 10 മാസം. എങ്ങനെയുണ്ട് യു കെ? അടിപൊളിയാണ്. ഇവിടെയാണോ സ്കോട്ട്ലൻഡിലാണോ ചെയ്യുന്നത്? അത് ഇല്ല, എൻ്റെ യൂണിവേഴ്സിറ്റി വരുന്നത് ഇംഗ്ലണ്ടിലാണ്. മിഡിൽസ്ബ്രോ എന്ന് പറഞ്ഞ സ്ഥലത്താണ് വരുന്നത്. ടീ സൈഡ് ആണ് യൂണിവേഴ്സിറ്റി. ടീ സൈഡ് യൂണിവേഴ്സിറ്റി. ഹായ് ഡോണ. ഡോണ ഇപ്പോൾ ഏത് കോഴ്സാണ് ചെയ്യുന്നത് ഇവിടെ? ഞാനിവിടെ MBA ആണ് ചെയ്യുന്നത്. MBA സ്കോട്ട്ലൻഡിലാണോ? അത് സ്കോട്ട്ലൻഡിലാണ്, എഡിൻബർഗ് യൂണിവേഴ്സിറ്റി. എഡിൻബർഗ് യൂണിവേഴ്സിറ്റിയിൽ. ഓക്കെ. ഇപ്പോൾ എഡിൻബർഗ് നാപ്പിയർ യൂണിവേഴ്സിറ്റി. നാപ്പിയൻ യൂണിവേഴ്സിറ്റിയിൽ. ഓക്കെ. ഇപ്പോൾ സെപ്റ്റംബർ ബാച്ചിലാണോ വന്നത്? സെപ്റ്റംബറിലേക്ക്. ഓക്കെ. എങ്ങനെയുണ്ട് ക്ലാസ് ഒക്കെ എങ്ങനെ പോകുന്നു? ക്ലാസ് ഇപ്പോൾ കൊറോണ കാരണം ഫുള്ള് ഓൺലൈനിലാണ് ക്ലാസ്. ഇനി നമ്മുടെ കൂടെ ഒരാളും കൂടി ഉണ്ട്. ജിൻഡോ എൻ്റെ കസിനാണ്. അവനിപ്പോൾ കൊറോണ തുടങ്ങിയപ്പോൾ എൻ്റെ കൂടെയാണ് താമസിക്കുന്നത്, കാരണം ഓൺലൈൻ ക്ലാസ്സും കാര്യങ്ങളായതുകൊണ്ട്. ഹായ് ജിൻഡോ. ഹായ്. ജിൻഡോ ഏത് യൂണിവേഴ്സിറ്റിയിലാണ് പഠിക്കുന്നത്? ഞാൻ ബെഡ്ഫോർഡ്ഷയർ യൂണിവേഴ്സിറ്റിയിലാണ് പഠിക്കുന്നത്. അത് ഇംഗ്ലണ്ട് സൈഡ്. ന്യൂട്ടണിലാണത്. ഓക്കെ. എന്ത് കോഴ്സാണ് ചെയ്യുന്നത്? ഞാൻ പഠിക്കുന്നത് ഇന്റർനാഷണൽ ടൂറിസം വിത്ത് ഹോസ്പിറ്റാലിറ്റി മാനേജ്മെന്റ് ആണ്. ഡിഗ്രി കോഴ്സാണ്. 3 കൊല്ലമാണ് അതിൻ്റെത്. 3 കൊല്ലം അല്ലേ? ഓക്കെ. അപ്പോൾ +2 കഴിഞ്ഞിട്ട് IELTS വേണമായിരുന്നോ? IELTS വേണ്ടായിരുന്നു, ഞങ്ങളുടെ യൂണിവേഴ്സിറ്റിയിലേക്ക് അത്ര നിർബന്ധമായിരുന്നില്ല. ഓക്കെ. ചില കോഴ്സുകൾക്ക് നഴ്സിംഗ് അങ്ങനത്തെ ഉള്ള കോഴ്സുകൾക്കൊക്കെ IELTS വേണം. അത് യൂണിയനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നുണ്ടല്ലോ. ചില യൂണിക്ക് ചില യൂണിവേഴ്സിറ്റിക്ക് നമുക്ക് IELTS വേണം. പിന്നെ ഞങ്ങളുടെ യൂണിവേഴ്സിറ്റിക്ക് പൊതുവെ വേണ്ട. MBA-കാർക്കായാലും വലിയ രീതിയിൽ വേണ്ട. ഇൻഡോ ഇങ്ങോട്ട് ഏജൻസി ത്രൂ ആണോ വന്നത്? ഞാൻ ഏജൻസി ത്രൂ ആയിരുന്നു വന്നത്. ഓക്കെ. അപ്പോ ഇവിടെ വന്നു കഴിഞ്ഞപ്പോ എങ്ങനെ ഹെൽപ്പ് ചെയ്യാൻ ഫ്രണ്ട്സോ ആരെങ്കിലും ഉണ്ടായിരുന്നോ? നാട്ടിൽ നിന്ന് തന്നെ എൻ്റെ ഇവിടെ 2 ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അപ്പൊ അവരോട് ഞാൻ പറഞ്ഞായിരുന്നു എനിക്ക് റൂം വേണമായിരുന്നു. അപ്പൊ അവർ തന്നെ സെറ്റ് ചെയ്ത് തന്നു, എല്ലാ അക്കോമഡേഷൻ കാര്യങ്ങളൊക്കെ. പിക്ക് ചെയ്യാനായിട്ടും അവർ തന്നെ വന്നു. ഇതെങ്ങനെ ഷെയർഡ് അക്കോമഡേഷൻ ആയിരുന്നോ ചൂസ് ചെയ്തത്? നമുക്ക് എങ്ങനെയാണെന്ന് ചൂസ് ചെയ്യാൻ ഷെയർഡ് ഉണ്ട്, സിംഗിൾ ആയിട്ട് എടുക്കണമെങ്കിൽ സിംഗിൾ ആയിട്ട് എടുക്കാം. അപ്പൊ ജിൻഡോ എങ്ങനത്തെ? ഞാൻ ഷെയർഡ് ആയിരുന്നു. എത്ര പേരുണ്ടായിരുന്നു? 6 പേരോ?
8 പേരുണ്ടായിരുന്നു. 8 പേര്. ഓക്കെ, 4 ബെഡ്റൂം ഹൗസ് ആയിരുന്നു അല്ലേ? 4 ബെഡ്റൂം ഹൗസ് ആയിരുന്നു. ഒരു റൂമിൽ 2 പേര് വെച്ച്. പാർട്ട് ടൈം ജോബും കാര്യങ്ങളൊക്കെ എങ്ങനെ? പാർട്ട് ടൈം ജോബും കാര്യങ്ങളൊക്കെ വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ല. ഞാൻ വന്നപ്പോൾ തന്നെ ഒന്ന് സെറ്റ് ആവാനായിട്ട് രണ്ടാഴ്ചത്തോളം എടുത്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ തന്നെ ഇറങ്ങി, ഡ്യൂട്ടിലേക്ക് ഇറങ്ങിയിട്ട് നമ്മൾ തന്നെ ഓരോ കടകളിൽ കയറി ചോദിച്ചു. ഷോപ്പുകളിലാണോ ആദ്യം ജോലിക്ക് കയറിയത്? നമ്മുടെ ഷോപ്പുകളായിരുന്നു. നിങ്ങക്ക് പാർട്ട് ടൈം ജോബിന് റെസ്ട്രിക്ഷനും കാര്യങ്ങളൊക്കെ ഇല്ലേ? 20 hours ഒരാഴ്ച നമുക്ക് 20 മണിക്കൂറാണ് വർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അത് വെച്ച് നമുക്ക് വീട്ടിൽ പറ്റും. മെർലിൻ വന്ന ഹസ്ബൻഡും ഉണ്ടല്ലേ? ഹസ്ബൻഡും ഉണ്ട്. അപ്പൊ ഞാൻ സ്റ്റുഡന്റ് വിസയിൽ വന്നു. അത് കഴിഞ്ഞ് ഒരു മാസത്തിനുള്ളിൽ തന്നെ ഹസ്ബൻഡ് വരാൻ പറ്റി. അതെ, രണ്ടുപേർക്ക് ഒന്നിച്ച് വരണേന് ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മള് വിസ കിട്ടി കഴിഞ്ഞപ്പോ മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് നമുക്ക് ഫണ്ട് കാണിക്കണം, ലിവിങ് എക്സ്പെൻസ് കാണിക്കണം രണ്ടുപേർക്കും. അപ്പൊ ആദ്യം നമുക്ക് വിസ കിട്ടിയതിന് ശേഷം നമ്മുടെ ഡിപ്പെൻഡന്റ് ആയിട്ടാണ് ഹസ്ബൻഡ് വരുന്നത്. അപ്പൊ എനിക്ക് വിസ കിട്ടാൻ കുറച്ച് സമയം എടുത്തു. അപ്പൊ അതുകൊണ്ട് എന്റെ ക്ലാസ് തുടങ്ങേണ്ട സമയം ഓൾറെഡി. അപ്പോൾ ഞാൻ ഇവിടെ എത്തിയതിന് ശേഷമാണ് ഹസ്ബൻഡിന്റെ വിസയ്ക്ക് കൊടുത്തത്. അപ്പോൾ ഞാൻ എത്തി 1 monthനുള്ളിൽ തന്നെ ഹസ്ബൻഡ് ഇവിടെ എത്തി. അപ്പോൾ അങ്ങനെ പോകുന്നു. ഡിപെൻഡൻസിന് നമുക്ക് ജോബ് റെസ്ട്രിക്ഷനോ കാര്യങ്ങളൊന്നും ഇല്ലല്ലേ? നമുക്ക് എത്ര hours വേണം ചെയ്യാം? അവരുടെ വിസയിൽ തന്നെ കൊടുത്തിട്ടുണ്ട് അവർക്ക് ഇവിടെ ഫുൾ ടൈം വർക്ക് ചെയ്യാന്നുള്ളത്. 2 year കോഴ്സ് ആണോ ചെയ്യുന്നത്? അതെ, ഞാനിവിടെ 2 year കോഴ്സാണ് ചെയ്യുന്നത്. 2 year കോഴ്സ് പ്ലസ് 2 year സ്റ്റേ ബാക്ക്. അതെങ്ങനെ കോഴ്സ് ഡിപ്പെൻഡ് ചെയ്തിട്ടാണോ സ്റ്റേ ബാക്ക്? അത് എന്ത് കോഴ്സ് എടുത്താലും 2 year സ്റ്റേ ബാക്ക് ഉള്ളൂ, അങ്ങനെയാണോ? എല്ലാ കോഴ്സിനും 2 year സ്റ്റേ ബാക്ക് ആണ് ഇപ്പോഴത്തെ രീതിയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തേക്കുന്നത്. ഓക്കെ, 1 year കോഴ്സ് ആയാലും നമുക്ക് 2 year സ്റ്റേ ബാക്ക്. അതെ, 1 year കോഴ്സ് സെപ്റ്റംബറിൽ സ്റ്റാർട്ട് ചെയ്യുമ്പോഴും 2 year സ്റ്റേ ബാക്ക് എന്ന് തന്നെയാണ് പറഞ്ഞേക്കുന്നത്. പിന്നെ ഇതിപ്പോ ഒരു ഗുണമുള്ളത് ഡിപെൻഡൻസിന് നമുക്ക് വർക്ക് റെസ്ട്രിക്ഷനും കാര്യങ്ങളും ഇല്ലാത്തതുകൊണ്ട് അവർക്ക് ഫുൾ ടൈം വർക്ക് ചെയ്യാം. നിങ്ങൾക്ക് പക്ഷെ 20 hours അല്ലേ? അതെ, ഞങ്ങൾക്ക് ക്ലാസ് ലീഗലി 20 hours ആണ് ഇവർ പറയുന്നത്. പക്ഷെ ഇല്ലീഗലായിട്ട് വേണമെങ്കിൽ വർക്ക് ചെയ്യാന്ന് പറയുന്ന ആൾക്ക് അങ്ങനെ സ്റ്റുഡൻസ് കുറെ പേര് ചെയ്യുന്നുണ്ട് കേട്ടോ. പക്ഷെ നമ്മളത് ഒരിക്കലും പ്രൊമോട്ട് ചെയ്യത്തില്ല. കാരണം എങ്ങാനും പിടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വിസ റിന്യൂവൽ, എക്സ്റ്റൻഷൻ, സ്റ്റേ ബാക്ക് അങ്ങനത്തെ കുറെ പ്രോസസ്സ് വരുമ്പോൾ നമുക്കത് കിട്ടത്തില്ല. അതുകൊണ്ട് ഇല്ലീഗൽ വർക്ക് നമ്മൾ ഒരിക്കലും പ്രൊമോട്ട് ചെയ്യുന്നില്ല. പക്ഷെ അങ്ങനെയും സ്റ്റുഡൻസ് അങ്ങനെ ചെയ്യുന്നവരുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ വെക്കേഷൻ ടൈമിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫുൾ ടൈം വർക്ക് ചെയ്യാം. വെക്കേഷൻ 4 മാസം 5 മാസം വെക്കേഷൻ ഡിപ്പെൻസ് യൂണിവേഴ്സിറ്റി, അതുപോലെ തന്നെ നമ്മുടെ കോഴ്സ്. അപ്പോൾ നമുക്ക് വെക്കേഷൻ ടൈം ഏത് വെക്കേഷൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അന്നേരം ഫുൾ ടൈം ആയിട്ട് വർക്ക് ചെയ്യാം. ഇവിടുത്തെ യൂണിവേഴ്സിറ്റികളിലെ മെയിൻ അഡ്വാൻറ്റേജ് നമുക്ക് വെക്കേഷൻ നന്നായിട്ട് കിട്ടും. 4 മാസം, ചില യൂണിവേഴ്സിറ്റിയിൽ 6 മാസം വരെ വെക്കേഷനുള്ള യൂണിവേഴ്സിറ്റികളുണ്ട്. അപ്പോൾ ആ സമയത്ത് വർക്ക് റെസ്ട്രിക്ഷനും കാര്യങ്ങളും ഇല്ലാത്തതുകൊണ്ട് പൈസ ഉണ്ടാക്കണമെന്നും നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്ന പിള്ളേർക്കാണെങ്കിൽ ആ സമയത്ത് നന്നായിട്ട് ജോലി ചെയ്തിട്ട് ഉണ്ടാക്കാം കേട്ടോ. അല്ലാതെ ക്ലാസ് ടൈമിൽ നമ്മൾ, അതായത് യൂണിവേഴ്സിറ്റി ടൈമിൽ പീരീഡിൽ നമ്മൾ വർക്ക് ചെയ്ത് ഇല്ലീഗലായിട്ടൊക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ പ്രോബ്ലം വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഫ്യൂച്ചറിലോട്ട് നിങ്ങൾ അഫക്റ്റ് ചെയ്യും. അത് ഡോണ വന്നത് സെപ്റ്റംബർ ഇൻടേക്കിലല്ലേ? അത് കൊറോണ ടൈം വരുന്നല്ലോ. അപ്പോൾ വരണേന് ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നോ? നമുക്ക് പേടിയുണ്ടായിരുന്നു. കാരണം ഫ്ലൈറ്റിൽ ആദ്യത്തെ സമയത്ത് കൊറോണ തുടങ്ങിയ സമയത്ത് വളരെ കുറച്ച് ട്രാവലേഴ്സ് ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ നമ്മളൊക്കെ വരുന്ന സമയത്ത് ഒരു സീറ്റ് പോലും വാക്കൻസി ഇല്ലാണ്ട് ഫുൾ ആൾക്കാരായിരുന്നു. പിന്നെ അവർ സൈറ്റിൽ കൊടുക്കും, ചില അപ്ഡേഷൻസ് അവർ ഇട്ടുകൊണ്ടിരിക്കും കൊറോണ ബന്ധപ്പെട്ടിട്ട്. അപ്പോൾ സെൻറ്ററിലിരിക്കുന്ന ആൾക്കാർക്ക് മാത്രം PP കിറ്റ്, ബാക്കി എല്ലാവർക്കും മാസ്കും ഷീൽഡും അത് നിർബന്ധം. പിന്നെ ടെസ്റ്റൊന്നും അങ്ങനെ UAE അങ്ങനത്തെ സ്ഥലങ്ങളിലേക്ക് പോകാൻ മാത്രമേ കൊറോണ ടെസ്റ്റൊക്കെ വേണ്ടിയിരുന്നുള്ളൂ. ഇവിടെ വരുന്നതിന് മുന്നേ കൊറോണ ടെസ്റ്റ് ഒന്നും പ്രശ്നമില്ല. യൂണി എങ്ങനെ കണ്ടായിരുന്നോ? കാണാൻ പറ്റിയോ യൂണിയിൽ? കാണാൻ പറ്റിയിട്ടില്ലല്ലേ? അപ്പൊ ഓൺലൈൻ ക്ലാസ്സസ് ആണ്. നിങ്ങൾക്ക് വീക്കിലി എല്ലാ ദിവസവും ക്ലാസ് ഉണ്ടോ? അതെയോ എല്ലാ ദിവസവും ക്ലാസ് ഉണ്ട്, വീക്കെൻഡ്സിൽ മാത്രമേ ഇല്ലാത്തുള്ളൂ. ഓക്കെ, ഇപ്പൊ ഇവിടെ വന്നിട്ട് പിക്കപ്പ് ചെയ്യാൻ ബുദ്ധിമുട്ടായിട്ട് അങ്ങനെ തോന്നുന്നുണ്ടോ? ഇല്ല, വലിയ കുഴപ്പം തോന്നുന്നില്ല. സാധാരണ എല്ലാ പിള്ളേരും ലണ്ടൻ ആ സൈഡ്, ഇംഗ്ലണ്ട് സൈഡാണ് യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്യുക. ഡോൺ എന്താ സ്കോട്ട്ലൻഡ് എടുക്കാൻ കാരണം? സ്കോട്ട്ലൻഡ് വരുന്നവരുണ്ട്, പക്ഷെ കമ്പാരിറ്റീവ്ലി കുറവാണ് നമ്പേഴ്സ്. നമ്മൾ കമ്പയർ ചെയ്ത് നോക്കിയിരുന്നു. അപ്പോൾ എന്താ വെച്ചാൽ ഇൻസൈഡ് ലണ്ടൻ എടുത്തു കഴിഞ്ഞാൽ ലിവിങ് എക്സ്പെൻസ് മന്ത്ലി നമുക്ക് കാണിക്കുന്നത് വളരെ കൂടുതലാണ്. പക്ഷേ സ്കോട്ട്ലൻഡിലേക്ക് ഔട്ട്സൈഡ് ലണ്ടൻ കാണിക്കുകയാണെങ്കിൽ 1000 പൗണ്ടിൻ്റെ അടുത്തേ വരുന്നുള്ളൂ. അപ്പോൾ അത് ഒരു പോയിൻ്റായിരുന്നു. പിന്നെ സ്കോട്ട്ലൻഡിലാണ് നമുക്ക് കുറച്ചുകൂടി അറിയുന്ന ആൾക്കാരും നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. ലണ്ടനിൽ അങ്ങനെ ആരും ഇല്ല.
അതുകൊണ്ടാണ് പെട്ടെന്ന് സ്കോട്ട്ലാൻഡിൽ നിന്ന് എടുത്തത്. ഈ ഡോണെ കാര്യം പറയുമ്പോൾ എനിക്ക് കുറച്ച് കാര്യം അഡപ്പ് ചെയ്യാനുണ്ട്. എന്നോട് കുറച്ച് പേരിങ്ങനെ ചോദിച്ചായിരുന്നു, സ്കോട്ട്ലൻഡാണോ ചേച്ചി നല്ലത്, ആദ്യം ഇംഗ്ലണ്ടിലോട്ട് പോകുന്ന അവിടുത്തെ യൂണിവേഴ്സിറ്റി ആണോ നല്ലതെന്ന്. യൂണിവേഴ്സിറ്റി ഏതൊക്കെയാണ് നല്ലതെന്ന് എനിക്ക് കറക്റ്റ് പറയാൻ പറ്റത്തില്ല. ലണ്ടൻ സൈഡിൽ പ്രോപ്പർ ലണ്ടൻ ഏരിയയിൽ നമ്മൾ യൂണിവേഴ്സിറ്റി കാര്യങ്ങൾ സെലക്ട് ചെയ്യുവാണെങ്കിൽ അക്കോമഡേഷൻ കാര്യങ്ങളൊക്കെ കുറച്ച് എക്സ്പെൻസ് കൂടുതലാണ്. പക്ഷേ എപ്പോഴും ഏത് സ്ഥലത്തായാലും അക്കോമഡേഷന് മാത്രമേ നമുക്ക് പൈസയ്ക്ക് വ്യത്യാസം വരുന്നുള്ളൂ. മറ്റേ ഫുഡ് കാര്യങ്ങൾക്കൊക്കെ എല്ലായിടത്തും തന്നെ സെയിം റേറ്റും കാര്യങ്ങളൊക്കെ ആയിരിക്കും. പിന്നെ സ്കോട്ട്ലൻഡിൽ കമ്പാരിറ്റീവ്ലി റേറ്റ് കുറവാണ്. അതുകൊണ്ട് തന്നെ ഒരു കാര്യം ഞാൻ റെക്കമെൻഡ് ചെയ്യണത് എന്താണെന്ന് വെച്ചാൽ, അതായത് എക്സ്പെൻസ് കുറേ ബോദർ ചെയ്യുന്ന പിള്ളേരാണെങ്കിൽ സ്കോട്ട്ലൻഡിൽ കോഴ്സ് എടുത്തിട്ട് ആ 3 വർഷം കഴിഞ്ഞ് കഴിയുമ്പോൾ ജോലി കിട്ടാൻ കുറച്ചും കൂടി എളുപ്പം ലണ്ടൻ ഏരിയ. കാരണം അവിടെ കമ്പനീസും കാര്യങ്ങളൊക്കെ കൂടുതലുണ്ട്. നിങ്ങൾക്കപ്പോൾ പിന്നീട് അതിൽ മൂവ് ചെയ്യണതിന് കുഴപ്പമില്ല. സർട്ടിഫിക്കറ്റിൻ്റെ വാല്യൂ ലണ്ടൻ ചെയ്താലും സ്കോട്ട്ലൻഡ് ചെയ്താലും ഒക്കെ സെയിം വാല്യൂം കാര്യങ്ങളൊക്കെയാണ്. ഡോണ ഇപ്പോൾ ഇവിടെ പാർട്ട് ടൈം ജോബ് ഇങ്ങനെ ചെയ്യുന്നുണ്ടോ? ചെയ്യുന്നുണ്ട്. ഓക്കെ. അത് ജോലി കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നോ? വെച്ചാൽ എൻ്റെ ഒപ്പം എൻ്റെ ഒരു ബാച്ചിൽ വന്നിട്ടുള്ള കുട്ടികൾക്കൊന്നും ഇപ്പോൾ അങ്ങനെ ആയിട്ടില്ല. കാരണം കൊറോണ കാരണം എല്ലാവരെയും ഉള്ള സ്റ്റാഫിനെ തന്നെ കുറയ്ക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഇപ്പോൾ ഉണ്ട്. പക്ഷേ എനിക്ക് കിട്ടിയത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫാമിലി ഉണ്ടായിരുന്നു. ജോയി ചേട്ടനും ഷീവേച്ചി ഉണ്ടായിരുന്നു. അപ്പോൾ അവർ ബേസിസിലാണ് എനിക്ക് പെട്ടെന്ന് ജോലിയൊക്കെ ചെയ്യാനായിട്ട് പറ്റിയത്. ജോലിയൊക്കെ എങ്ങനെ ഓക്കെ ആണോ? അപ്പോൾ ഇംഗ്ലീഷ് പിക്കപ്പ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇവിടെ കൂടുതലും സ്കോട്ടിഷ് ആണല്ലോ, ലോക്കൽ ഭാഷ എന്ന് പറയുന്നത് സ്കോട്ടിഷ് ആണ്. കാര്യം ഇംഗ്ലീഷായിട്ട് സിമിലാരിറ്റി ഉണ്ടെങ്കിലും നമുക്ക് തുടക്കം വരുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നിയായിരുന്നു. നിങ്ങൾക്ക് എങ്ങനെയുണ്ട്? അത് നമ്മൾ സാധാരണ ഒരു ഇംഗ്ലീഷ് രീതി അവർ കുഴപ്പമില്ല. പക്ഷേ കുറച്ച് പേരൊക്കെ ഫിലിപ്പീൻ ഒരു സ്റ്റൈലിൽ പറയുന്നുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ സ്കോട്ടിഷ് ലാംഗ്വേജ് കുറച്ച് കൂടുതലായിട്ട് വരുന്നുണ്ട്. അങ്ങനെയുള്ളവരെ നമുക്ക് ക്യാച്ച് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും. പക്ഷേ പിക്കപ്പ് ചെയ്ത് പോവാം. കുഴപ്പമില്ല, എന്നാലും മനസ്സിലാവുന്നുണ്ട് മാത്രമല്ലേ. ഓക്കെ. ഈ പാർട്ട് ടൈം ജോബിനെ പറ്റി പറയുമ്പോൾ ഇവിടെ കൂടുതലും വരുന്ന പിള്ളേർ ഒന്നെങ്കിൽ റെസ്റ്റോറൻറ്റുകളിലോ ഷോപ്പുകളിലോ പിന്നെ കെയർ ഹോമുകളിൽ കെയർ അസിസ്റ്റൻ്റായിട്ട് അങ്ങനത്തെ പാർട്ട് ടൈം ജോബ്സാണ് കൂടുതലും കിട്ടാൻ എളുപ്പം. പിന്നെ പറയുവാണെങ്കിൽ നമ്മൾ കോഴ്സ് ചെയ്യുന്നതിന് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ജോലി കിട്ടുവാണെങ്കിൽ അത് ഒത്തിരി നല്ലതാണ്. നമുക്ക് എക്സ്പീരിയൻസ് ആയിട്ട് സ്റ്റേ ബാക്ക് ഓപ്ഷൻ വരുന്നുണ്ടല്ലോ. അപ്പോൾ നമ്മുടെ സ്റ്റേ ബാക്ക് ഓപ്ഷനിൽ മെയിൻ കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ജോബ് കണ്ടുപിടിക്കണം. അതിന് സ്പോൺസർ ചെയ്യുകയാണെങ്കിൽ മാത്രമേ നമുക്ക് വർക്ക് പെർമിറ്റ് ഇവിടെ കിട്ടത്തുള്ളൂ. അപ്പോൾ അങ്ങനെ ബേസ് ചെയ്ത്, അതായത് നമ്മുടെ കോഴ്സിനെ ബേസ് ചെയ്തിട്ട് ഏതെങ്കിലും ജോബ് കണ്ടുപിടിക്കുകയാണെങ്കിൽ നമുക്ക് ആ എക്സ്പീരിയൻസ് നമുക്ക് വെക്കാൻ പറ്റും. പക്ഷേ അങ്ങനെ ജോലി കിട്ടാന്ന് പറയുന്നത് കുറച്ച് ഡിഫിക്കൽട്ട്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ജോലിക്ക് കയറണം എന്നുണ്ടെങ്കിൽ നമ്മുടെ മലയാളി ചേട്ടന്മാർ ആരുടെയും ഷോപ്പ് ഉണ്ടെങ്കിൽ ഷോപ്പുകളിൽ പെട്ടെന്ന് നമുക്ക് ജോലി കിട്ടാറുണ്ട്. പിന്നെ കെയർ അസിസ്റ്റൻറ്റ് അങ്ങനത്തെ ജോലികളൊക്കെ ആയിരിക്കും പെട്ടെന്ന് കിട്ടുന്നത്. പിന്നെ ഇപ്പോൾ കൊറോണ ആയതുകൊണ്ട് ഷോപ്പുകളിൽ ജോലി കിട്ടാന്ന് പറയുന്നത് കുറച്ച് ടൈറ്റ് ആയിക്കുക. കാരണം മിക്ക ഷോപ്പുകൾ അടച്ചു. പിന്നെ ആൾക്കാർ അതായത് എംപ്ലോയീസിൻ്റെ എണ്ണം അവർ കട്ട് ഡൗൺ ചെയ്യുന്നതുകൊണ്ട് അവിടെ കിട്ടാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. പിന്നെ നിങ്ങളിപ്പോൾ യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ പരിചയക്കാരോ ആരെങ്കിലുമൊക്കെ ഉള്ള സ്ഥലത്തോട്ടാണ് നിങ്ങൾ വരുന്നതെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് കുറച്ചുകൂടി ഈസി ആയിട്ട് ജോലി കണ്ടുപിടിക്കാം. ജിൻ്റെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് NN നമ്പർ എടുക്കണം, GPയിൽ രജിസ്റ്റർ ചെയ്യണം. അതിനൊക്കെ എത്ര സമയം എടുത്തു? എന്തൊക്കെ പ്രൊസീജിയേഴ്സ് ചെയ്തു ഇവിടെ വന്നിട്ട്? നമ്മളിവിടെ വന്നു കഴിഞ്ഞിട്ട് തന്നെ നമ്മൾ ആദ്യം തന്നെ NN നമ്പർ നാഷണൽ ഇൻഷുറൻസ് നമ്പർ അത് നമ്മൾ കോൺടാക്ട് ചെയ്യാം അവരെ. അത് കിട്ടിയാൽ നമുക്ക് ജോലി അത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ജോലിക്ക് കയറാൻ പറ്റും. അത് കഴിഞ്ഞാൽ പിന്നെ അവർ തന്നെ നമുക്ക് റെഫറൻസ് നമ്പർ തരും. അതും വെച്ചിട്ട് നമുക്ക് കയറാം സ്റ്റാർട്ടിങ്ങിൽ. അത് ഏകദേശം ഒരു 1-2 ആഴ്ചയാണോ എടുക്കുന്നത്? അറിയോ? ഇല്ല, റെഫറൻസ് നമ്പർ നമ്മൾ കോൺടാക്ട് ചെയ്യുമ്പോൾ തന്നെ അവർ തരും. പിന്നെ നമ്മൾ അപ്പോൾ വേണമെങ്കിൽ നമുക്ക് വന്ന് അപ്പം തന്നെ ജോലിക്ക് കയറാം. റെഫറൻസ് നമ്പർ കിട്ടി കഴിഞ്ഞാൽ നമുക്ക് ജോലിക്ക് കയറാം. പിന്നെ എന്താ, BRP കാർഡ് കളക്ട് ചെയ്യണം. അത് നമ്മൾ പോസ്റ്റ് ഓഫീസിൽ നിന്നാണ് കളക്ട് ചെയ്യണത്. അത് നമ്മൾ അതിൻ്റെ പ്രൊസീജിയർ നമ്മൾ നാട്ടിൽ നിന്ന് തന്നെയാണ് ചെയ്തിട്ട് വന്നത്. ജസ്റ്റ് ഒന്ന് കളക്ട് ചെയ്താൽ മതി. പിന്നെ ഇവിടെ GP, അതായത് ഡോക്ടർ ഹോസ്പിറ്റലിൽ രജിസ്റ്റർ ചെയ്യണം. GP ഹോസ്പിറ്റലിൽ നമ്മൾ രജിസ്റ്റർ ചെയ്യണം. അതായത് ഇവിടെ നമുക്ക് ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളെല്ലാം ഇവിടെ ടോട്ടലി ഫ്രീ ആണ്. അപ്പോൾ സ്കോട്ട്ലൻഡിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രിസ്ക്രിപ്ഷനും ഫ്രീ ആണ്, നമുക്ക് മരുന്നിനൊന്നും പൈസ കൊടുക്കണ്ട. ഇംഗ്ലണ്ട് സൈഡിലൊക്കെ ആണെങ്കിൽ നമ്മൾ GPയിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾക്ക് ഡോക്ടറിനെ കാണാൻ പൈസ വേണ്ട, പക്ഷേ മരുന്ന് കാര്യങ്ങൾ വാങ്ങണതിന് നമുക്ക് പൈസ കൊടുക്കണം. പക്ഷേ സ്കോട്ട്ലൻഡിൽ അതെല്ലാം ടോട്ടലി ഫ്രീ ആട്ടോ. മെർലിൻ എന്താ UK ചൂസ് ചെയ്യാൻ കാരണം? മെജോറിറ്റി സ്റ്റുഡൻസ് കാനഡ, ഓസ്ട്രേലിയയൊക്കെ പ്രിഫർ ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ഒരു സ്റ്റുഡൻറ് വിസ എന്ന് പറയുമ്പോൾ മെയിനായിട്ട് നോക്കുന്നത് ലോ ഫീസിൽ നല്ലൊരു ഡിഗ്രി അല്ലെങ്കിൽ മാസ്റ്റേഴ്സ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഇപ്പോൾ മറ്റ് കൺട്രീസിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഒരു ലോ ഫീസിൽ ഇൻ്റർനാഷണലി വാലിഡ് ആയിട്ടുള്ള ഒരു മാസ്റ്റേഴ്സ് നമുക്ക് കിട്ടുക, അതും ഒരു ടോപ്പ് റാങ്ക്ഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കിട്ടുക എന്ന് പറയുമ്പോൾ ഞാൻ കമ്പയർ ചെയ്തു. ഞാൻ ഒത്തിരി ഗൂഗിൾ സെർച്ചും കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് കിട്ടിയത് UK ആണ്. അതാണ് മെയിനായിട്ട് ഞാൻ UK സെലക്ട് ചെയ്യാനുണ്ടായ കാരണം. പിന്നെ മാത്രമല്ല, സെക്കൻഡ് തിങ് എന്ന് പറയുന്നത് നമ്മുടെ വിസ റിക്വയർമെൻറ്റ് എന്ന് പറയുന്നത് വിസ പ്രോസസ്സിങ്ങും കാര്യങ്ങളും ഒക്കെ വളരെ ഈസിയാണ്. വിസ കിട്ടാനും എളുപ്പമാണ് നമുക്ക് UK-ലോട്ട് വരാൻ.
വരാനായിട്ട്. പിന്നെ അതായത് ക്യാസ് എന്ന് പറഞ്ഞ ലെറ്റർ കോളേജ് ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നേരെ വിസയ്ക്ക് കൊടുക്കുക. അപ്പോൾ വിസയ്ക്ക് കൊടുത്തു കഴിഞ്ഞാൽ അധികം ഡ്യൂറേഷൻ ഇല്ലാതെ തന്നെ നമുക്ക് വിസ കിട്ടും. പിന്നെ മാത്രമല്ല സ്പൗസ് വിസ റിക്വയർമെൻറ്റ്, സ്പൗസ് വിസ കിട്ടാനായാലും എളുപ്പമാണ് മറ്റ് കൺട്രീസിന് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ അങ്ങനെ ആ കാരണങ്ങൾ കൊണ്ടാണ് മെർലിൻ IELTS വേണ്ടി വന്നായിരുന്നു. ഞാൻ എടുത്തായിരുന്നു. പക്ഷേ എൻ്റെ യൂണിവേഴ്സിറ്റി IELTS പറയുന്നില്ല, എൻ്റെ കോഴ്സിന് IELTS വേണ്ട. ചിലരൊരു ഡൗട്ട് ഉണ്ട്, ഇപ്പം ഇവിടെ ഇൻ കേസ് വർക്ക് പെർമിറ്റ് കിട്ടിയില്ല, നാട്ടിലോട്ട് തിരിച്ചു പോകേണ്ടി വന്നാൽ നിങ്ങൾ പഠിച്ച കോഴ്സിന് നാട്ടിൽ വാലിഡിറ്റി ഉണ്ടോ? ഇന്റർനാഷണലി വാലിഡ് ആണ്. പിന്നെ മാത്രമല്ല നാട്ടിൽ ഗവൺമെന്റ് സെക്ടേഴ്സിൽ എനിക്ക് അത്ര പറയാൻ പറ്റില്ല, ബട്ട് പ്രൈവറ്റ് സെക്ടേഴ്സിലെല്ലാം തന്നെ വാലിഡ് ആണ്. പിന്നെ ഞാൻ കേട്ടിട്ടുണ്ട് നമുക്ക് UK ഒരു സർട്ടിഫിക്കേഷൻ വെച്ചിട്ട് കാനഡയ്ക്ക് ന്യൂസിലൻഡിലൊക്കെ പോകാനായിട്ടും പിന്നീട് നമുക്ക് ഡയറക്റ്റ് PR ഇപ്പം ഇവിടെ ഇൻ കേസ് കിട്ടിയില്ലെങ്കിലുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. അതെ നമുക്ക് ഈസിലി അപ്ലൈ ചെയ്യാം. നമുക്കൊരു മാസ്റ്റേഴ്സ് ഡിഗ്രി ഉള്ളിടത്തോളം PR പോയിന്റ്സ് ആഡ് ഓൺ ചെയ്യാൻ നമുക്കത് ബെനിഫിറ്റ് ആയിരിക്കുമല്ലോ. ജിൻഡോനോട് ഒരു കാര്യം ചോദിക്കട്ടെ, നിനക്ക് നാട്ടിൽ ഇന്റർനാഷണൽ ലൈസൻസ് ഉണ്ടല്ലോ, ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടല്ലോ, അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഇവിടെ ആ ലൈസൻസ് വെച്ചിട്ട് ഇവിടെ നമുക്കിവിടെ 1 കൊല്ലത്തോളം വാലിഡിറ്റി ഉണ്ട് അതിന്. അപ്പോൾ നമുക്ക് വണ്ടി ഓടിക്കാം. കാറിന് ഇവിടെ ചീപ്പ് റേറ്റ് അല്ലേ? കാറിനൊക്കെ ചീപ്പ് റേറ്റ് ആണ്, പക്ഷെ നമുക്ക് ഓടിക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് പ്രൈവറ്റ് ആയിട്ട് ഓടിക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, നമുക്കിപ്പോൾ ഡെലിവറി ജോബിനും കാര്യങ്ങൾക്കൊക്കെ പോകാമല്ലോ അല്ലേ? പക്ഷേ ആ ജോബ് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും നമ്മൾ ഇന്റർനാഷണൽ ലൈസൻസ് വെച്ച് ഓടിക്കുമ്പോൾ. ഓക്കെ, എന്നാലും കുഴപ്പമില്ല. നമുക്ക് കുറെ പിള്ളേരൊക്കെ അങ്ങനെ ഡെലിവറി ജോബ് ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു. ഡെലിവറി ജോബ് ചെയ്യുന്നുണ്ട്. കൂടുതൽ കെയർ ഹോമിലേക്ക് വേണ്ടിയിട്ടാണ് പോണത്. കെയർ ഹോം ജോബിന് വേണ്ടിയിട്ട്. ഓക്കെ, നേരത്തെ ഞാൻ ചോദിക്കാൻ വിട്ടുപോയ കാര്യമാണ്, ഈ ഡിപ്പെൻഡന്റ് വിസ എന്ന് പറയുന്നത് ഡിഗ്രി കോഴ്സിന് ഡിപ്ലോമയ്ക്കൊക്കെ കിട്ടുമോ? ഇല്ല, മാസ്റ്റേഴ്സിന് മാത്രമാണ് ഡിപ്പെൻഡന്റ് വിസ ഉള്ളൂ. അപ്പോൾ മാസ്റ്റേഴ്സ് എടുക്കാൻ മാത്രമേ പറ്റൂ. മാസ്റ്റേഴ്സ് എടുക്കാൻ വരുന്ന കുട്ടികൾക്ക് അവരുടെ ഡിപ്പെൻഡൻസിനെ കൊണ്ടുവരാൻ പറ്റും. ഓക്കെ, നിങ്ങൾക്ക് അപ്പോൾ കാർ എടുക്കണേനും പ്രശ്നം? കാർ എടുക്കണേനെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മളൊന്ന് സെറ്റൊക്കെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കാർ എടുക്കാം. അപ്പോൾ കാർ എടുക്കണേന് അധികം കോസ്റ്റ് ഒന്നും വരുന്നില്ല നമ്മുടെ നാട്ടിലേക്ക് വെച്ച് കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ. ഇൻഷുറൻസ് കുറച്ച് കൂടുതലാണെന്ന് കേട്ടിട്ടുണ്ട്. ഇൻഷുറൻസ് ഡിപ്പെൻസ് ആണ്. അതായത് ഇപ്പോൾ സ്റ്റുഡൻസിൻ്റെ പേരിലാണ് ഇൻഷുറൻസ് എന്നുണ്ടെങ്കിൽ നോർമലി കുറവായിരിക്കും. അല്ല വരുന്ന ഡിപ്പെൻഡൻസിൻ്റെ പേരിലാണ് എന്നുണ്ടെങ്കിൽ അത് കൂടുതലായിരിക്കും. ഞങ്ങളൊക്കെ നോക്കി കഴിഞ്ഞപ്പോൾ അങ്ങനെയായിരുന്നു. ഡിപ്പെൻഡൻറ്റിൻ്റെ പേരിൽ എടുക്കാൻ നോക്കിയപ്പോൾ ഇൻഷുറൻസ് കുറച്ച് കൂടുതലാണ് കാണിച്ചത്, ബട്ട് സ്റ്റുഡൻറ്റിൻ്റെ പേരിൽ എടുക്കുമ്പോൾ അത് കുറവായിട്ടാണ് വരുന്നത്. ഡോണ, സിംഗിൾ ഫ്ലാറ്റ്, നിങ്ങൾ സിംഗിൾ ഫ്ലാറ്റ് ആണോ എടുത്തേക്കുന്നത്? അതെയോ? സിംഗിൾ ഫ്ലാറ്റ് അല്ല, ഫ്ലാറ്റ് ഷെയർഡാണ്, 2 BHK ആണ്. പക്ഷെ നമുക്ക് വേറൊരു പാർട്ടിന് അതിൽ കിട്ടിയിട്ടില്ല, അതുകൊണ്ട് നമ്മൾ തന്നെയാണ്. അപ്പോൾ എക്സ്പെൻസ് ഒക്കെ എത്ര വരും നിങ്ങൾക്ക് അക്കോമഡേഷൻ കാര്യങ്ങൾക്കൊക്കെ ആയിട്ട്? ഇത് ഞങ്ങൾ എടുത്തിരിക്കുന്ന ഫ്ലാറ്റിന് റെൻറ്റ് കൊടുക്കുന്നത് 250 പൗണ്ടാണ് പെർ മന്ത് കൊടുക്കുന്നത്. അതിൽ ബില്ലുകളൊന്നും ഇൻക്ലൂഡഡ് അല്ല, സ്റ്റുഡൻസ് ആയതുകൊണ്ട്. പിന്നെ നമ്മൾ ഈ കറണ്ടിൻ്റെയും ഇലക്ട്രിസിറ്റി, ഗ്യാസ് അതൊക്കെ നമ്മൾ തന്നെയാണ് കൊടുക്കുന്നത് കാര്യങ്ങൾ. ഓക്കെ, കൗൺസിൽ ടാക്സ് ഫ്രീ അല്ലേ നിങ്ങൾക്ക് സ്റ്റുഡൻസിന്? കൗൺസിൽ ടാക്സ് ഫ്രീ ആണ്. ഓക്കെ, ഷോപ്പിംഗ് മോളൊക്കെ കണ്ടായിരുന്നു? ഷോപ്പിംഗ് വല്ലതും ചെയ്തോ ഇവിടുത്തെ? ഇവിടെ പോയിരുന്നു. വന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് ഈ തണുപ്പ്, പിന്നെ ജാക്കറ്റ് ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് പോയി. നിങ്ങൾ നാട്ടിൽ നിന്ന് ജാക്കറ്റ് കാര്യങ്ങൾ ഒന്നും കൊണ്ടുവന്നില്ലായിരുന്നു അല്ലേ? കുറേ പേര് അങ്ങനെ ജാക്കറ്റും കാര്യങ്ങളൊക്കെ നാട്ടിൽ നിന്ന് വാങ്ങിച്ചിട്ട് വരും. നാട്ടിൽ നമുക്ക് അന്വേഷിച്ച് തന്നെ കിട്ടും. എന്ന് വെച്ചാൽ ഇത്ര ഡിഗ്രി വരെ പോകാൻ പറ്റുന്ന ജാക്കറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് കിട്ടും. പക്ഷെ അത് നമുക്ക് ഇവിടെ ഒട്ടും പറ്റില്ല. ഇവിടേക്ക് ഒത്തിരി സാധനങ്ങൾ കൊണ്ടുവന്ന നാട്ടിൽ നിന്ന്, പാത്രങ്ങളോ ആയിട്ടോ? ഞാൻ അങ്ങനെ ഡ്രസ്സ് അധികം സാധനങ്ങളൊന്നും കൊണ്ടുവന്നിട്ടില്ല. നമ്മൾ വരുന്നത് എൻ്റർ ചെയ്യുന്ന തന്നെ വിൻ്റർ സീസണിലേക്കാണല്ലോ. അപ്പോൾ ഡ്രസ്സിൻ്റെ കാര്യങ്ങൾ അധികം ആവശ്യം വരുന്നില്ല. പിന്നെ ഫുള്ള് കൊണ്ടുവന്നത് ഇങ്ങനെ സ്റ്റേഷനറി ഐറ്റംസ്, ഇങ്ങനെ ഫുഡ്, അങ്ങനെ പാത്രങ്ങൾ, അതൊക്കെയാണ് ഫുള്ള് കൊണ്ടുവന്നിരുന്നത്. നിങ്ങൾ ഇന്ത്യൻ ഫുഡാണോ മെർലിനൊക്കെ? ഇന്ത്യൻ ഫുഡാണ് മെയിനായിട്ട് നമ്മൾ കുക്ക് ചെയ്യുന്നത്. ഡോണ അങ്ങനെ തന്നെ? ഷോപ്പുകളൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ നമ്മുടെ അടുത്ത് അൽഡി സൂപ്പർ മാർക്കറ്റ്, ലിഡിൽ സൂപ്പർ മാർക്കറ്റ്, ഇവിടെയൊക്കെയാണ് കുറച്ചും കൂടി അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിന് നമുക്ക് സാധനങ്ങൾ കിട്ടുന്നത്. പിന്നെ മലയാളി ഷോപ്സ് ഉണ്ട്, അവിടെ കുറച്ച് റേറ്റ് കൂടുതലായിരിക്കും എങ്കിൽ പോലും നമുക്ക് അത് മലയാളി ഷോപ്പ് എന്ന് വെച്ചാൽ ഇന്ത്യൻ സാധനങ്ങൾ നമുക്ക് കിട്ടും. നമ്മുടെ സ്പൈസ് ഓഫ് ഏഷ്യ പോലെ അങ്ങനെ നമ്മുടെ ഇന്ത്യൻ സാധനങ്ങൾ കിട്ടുന്ന ഷോപ്പുകളുണ്ട്. ബട്ട് അവിടെ അതായത് നമ്മുടെ വേപ്പില, മുരിങ്ങക്ക, നാട്ടിൽ കിട്ടുന്ന പച്ചക്കറിക്കൊക്കെ വില കൂടുതൽ. പക്ഷെ ഇവിടുത്തെ ക്യാരറ്റ്, എന്നാ പറയാ, പൊട്ടാറ്റോ, അങ്ങനത്തെ അതൊക്കെ നമുക്ക് ചീപ്പായിട്ട് കിട്ടും കേട്ടോ. നിങ്ങൾക്ക് ഇപ്പം എന്നാ തോന്നുന്നത്? അതായത് ട്യൂഷൻ ഫീസ് നമ്മുടെ ഇവിടുത്തെ പാർട്ട് ടൈം ജോബ് വെച്ചിട്ട് മീറ്റ് ചെയ്യാൻ പറ്റും തോന്നുന്നുണ്ട്? ഡോണ ഇപ്പം അധികം ആയില്ലല്ലോ, അതുകൊണ്ട് ഡോണയ്ക്ക് അത്ര അറിയാൻ പറ്റുന്നുണ്ടാവില്ല. മെർലിൻ എന്നാ തോന്നുന്നത്? എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് കുഴപ്പമുണ്ടാവാൻ ചാൻസ് ഇല്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ട്. ക്ലാസ്സുള്ള സമയത്ത് 20 hours, വെക്കേഷൻ ടൈമിൽ ഫുൾ ടൈമും വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് ഇപ്പോൾ ഇനീഷ്യലി നമ്മളൊരു പേയ്മെൻറ്റ് ചെയ്തിട്ട് വരും, ചെറിയൊരു പേയ്മെൻറ്റ്. അത് നമ്മൾ നാട്ടിൽ നിന്ന് ചെയ്തിട്ട് വരും. അത് കഴിഞ്ഞിട്ട് വരുന്ന എമൗണ്ട് എന്ന് പറയുന്നത് നമ്മുടെ പാർട്ട് ടൈം ജോബ് കൊണ്ട് തന്നെ നമുക്ക് മീറ്റ് ചെയ്ത് പോകാവുന്നതേ ഉള്ളൂ. നാട്ടിൽ നിന്ന് വരുമ്പോൾ എങ്ങനെ ഫസ്റ്റ് സെമ്മിൻ്റെ ഫീസാണോ
ആണോ നമ്മൾ അത് അടയ്ക്കുന്നത്? ഡിപ്പെൻസ് ആണ്, ഓരോ യൂണിവേഴ്സിറ്റിക്ക് ഓരോന്നാണ്. എൻ്റെ യൂണിവേഴ്സിറ്റിയിൽ നമുക്ക് അടയ്ക്കേണ്ടി വന്നത് ഒരു 3 ലക്ഷത്തിന് താഴെ, ഒരു 2.25 ലക്ഷം ഫീസ് അടച്ചിട്ടാണ്, നാട്ടിലെ ഒരു എമൗണ്ട് അത്രയും വെച്ചിട്ടാണ് അടച്ചിട്ട് വന്നത്. ബാക്കിയുള്ള എമൗണ്ട് ഞങ്ങൾക്ക് 7 ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് പേയ്മെൻറ്റ് ചെയ്താൽ മതിയായിരുന്നു. അത് ഓരോ യൂണിവേഴ്സിറ്റിയിലും വ്യത്യാസമുണ്ട്. ഞങ്ങളുടെ ഓരോ യൂണിവേഴ്സിറ്റി അനുസരിച്ച് അനുസരിച്ച് നിങ്ങൾക്ക് സെം വൈസ് അല്ലല്ലോ ഫീസ്, മൊത്തം കോഴ്സിന് വേണ്ടിയിട്ടുള്ള മൊത്തം ഫീസ് അല്ലേ മൊത്തം ഫീസാണ് പറയുന്നത് കോഴ്സിന് വേണ്ടിയിട്ട്. അപ്പോൾ ഫസ്റ്റ് ഇയറിൽ ഇത്ര എമൗണ്ട് നമുക്ക് സ്കോളർഷിപ്പ് കിട്ടും. സ്കോളർഷിപ്പ് കിട്ടി കഴിഞ്ഞിട്ടുള്ള എമൗണ്ട് നമുക്ക് പേയ്മെൻറ്റ് ചെയ്താൽ മതി. സ്കോളർഷിപ്പിന് വല്ല ക്രൈറ്റീരിയ ഉണ്ടോ? ക്രൈറ്റീരിയ എന്ന് പറയുന്നത് നമ്മുടെ IELTS സ്കോറും നമ്മുടെ മാർക്കും മാത്രമേ പറയുന്നുള്ളൂ. അല്ലെങ്കിൽ എന്താണ് റിക്വയർമെൻറ്റ്, ഓരോ ചില കോളേജിന് നമ്മുടെ +2 ഇംഗ്ലീഷ് ഇതിൻ്റെ സബ്ജക്റ്റിൻ്റെ ഗ്രേഡ് 70% മാർക്കാണ് പറയുന്നത്. ഓരോ കോളേജിനും ഓരോ കോഴ്സിനും അത് വ്യത്യാസമാണ്. അപ്പോൾ എൻ്റെ കോഴ്സ് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മുടെ IELTSൻ്റെ സ്കോറും അതുപോലെ തന്നെ നമുക്ക് കിട്ടിയേക്കുന്ന, അതായത് ബിടെക്കിന്, ഞാൻ ബിടെക്കായിരുന്നു, അപ്പോൾ അതിന് വെച്ച് മാർക്കും നോക്കിയിട്ടാണ് സ്കോളർഷിപ്പ്. ഇപ്പോൾ മെർലിനോട് ചോദിക്കുവാണെങ്കിൽ അത് ഇനീഷ്യലി നമുക്കൊരു എത്ര രൂപ ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് വരാം, UK വരാം? അതായത് നമുക്ക് മെയിനായിട്ട് ഇതൊരു ആവറേജ് പ്രൈസ് ആണ് പറയുന്നത്, കാരണം പല യൂണിക്കും പല റേറ്റ് ആയിരിക്കുമല്ലോ. എന്നാലും ഒരു ആവറേജ് വെച്ചിട്ട് ആവറേജ് അറൗണ്ട് ഒരു 10 lakhs ആണ് വരുന്നത്. നമ്മുടെ ഫ്ലൈറ്റ് ടിക്കറ്റ് ഇൻക്ലൂഡഡ്, ഫ്ലൈറ്റ് ടിക്കറ്റ്, ഷോപ്പിംഗ്, അതുപോലെ തന്നെ ഷോപ്പിംഗ് എന്ന് വെച്ചാൽ നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ കുറച്ച് സാധനങ്ങളും കാര്യങ്ങളൊക്കെ വാങ്ങിക്കും. അതുപോലെ തന്നെ നമ്മുടെ വിസയ്ക്ക് കൊടുക്കണം. വിസയ്ക്ക് അറൗണ്ട് ഒരു 1.5 lakhs വരും. അതുപോലെ തന്നെ നമ്മുടെ ഫ്ലൈറ്റ് ടിക്കറ്റും വിസയ്ക്ക് കൊടുക്കണം, ഏജൻസിക്കാർക്ക് കൊടുക്കേണ്ടത്? ഇല്ല, വിസയ്ക്ക് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ, സ്റ്റുഡൻറ് വിസയ്ക്ക് അപ്ലൈ ചെയ്യുമ്പോൾ വിസ ഫീസ് പ്ലസ് ഇൻഷുറൻസ്, ഹെൽത്ത് ഇൻഷുറൻസ്, അത് രണ്ടും കൂടി ചെയ്തിട്ട് അറൗണ്ട് ഒരു 1.5 lakhs വരും. അതുപോലെ തന്നെ ഫ്ലൈറ്റ് ടിക്കറ്റിൻ്റെ എമൗണ്ട്, പിന്നെ നമ്മുടെ ഫീസ്, പിന്നെ അങ്ങനെ കുറച്ച് ചിലവും കാര്യങ്ങളും. പിന്നെ നിങ്ങൾക്ക് ഡെപ്പോസിറ്റ് കാണിക്കണം. ലിവിങ് എക്സ്പെൻസ് നമ്മൾ 7 lakhs അറൗണ്ട് കാണിക്കേണ്ടി വരും. ഇതെല്ലാം നമുക്ക് ഏജൻസി ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരെല്ലാം ഡീറ്റെയിൽ പറഞ്ഞു തരത്തില്ല? എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരും. നല്ലൊരു ഏജൻസിനെ നമ്മൾ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറഞ്ഞു തരും. അത് വെച്ചിട്ട് നമ്മൾ കാര്യങ്ങൾ ചെയ്താൽ മതി. ജിൻഡോ ഇപ്പോൾ ഓൺലൈൻ ക്ലാസ് ആണെങ്കിൽ ഒരു 5-6 മാസം യൂണിയിൽ പോയല്ലോ. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ക്ലാസ്സിൽ എങ്ങനെയാണ് നമ്മുടെ സ്ട്രെങ്ത്തും കാര്യങ്ങളൊക്കെ? എത്ര പേരുണ്ട് നിങ്ങളുടെ ക്ലാസ്സിൽ? എൻ്റെ കോഴ്സിന് ഒരു 28-30 പേരോളം ഉണ്ട്. അതിൽ പാതി പേര് പല രാജ്യത്തു നിന്ന് വന്നതാണ്. ആണല്ലേ? ഓക്കെ. അപ്പോൾ പല ഭാഷകൾ പഠിക്കാം. എങ്ങനെ എല്ലാവരും ഫ്രണ്ട്ലി ആണോ ഇവിടുത്തെ ടീച്ചേഴ്സും കാര്യങ്ങളൊക്കെ? എല്ലാവരും കോമൺലി ഫ്രണ്ട്ലി ആണ്. ഇവിടെ നമ്മൾ ടീച്ചേഴ്സിന്റെ പേരല്ലേ വിളിക്കുന്നത്? നമുക്ക് മാം, മിസ്, അങ്ങനെ മാം, ടീച്ചർ അങ്ങനെ വിളിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ പേര് വിളിക്കുന്നതാണ് അവർക്ക് കൂടുതൽ കംഫർട്ടബിളും. അവര് നമ്മളോട് പറയും എന്താ വിളിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് പറയും നമ്മുടെ അടുത്ത്, ഇങ്ങനെ പേര് വിളിച്ചാൽ മതി. നമുക്ക് ആദ്യം ഒരു ഓക്വേർഡ് ഫീലിംഗ് ആണ്. നമുക്ക് ഇങ്ങനെ നാട്ടിൽ നിന്ന് ചേച്ചി ചേട്ടാന്നൊക്കെ പറഞ്ഞ് വിളിച്ചു വരുമ്പോ ഇവിടെ വരുമ്പോ പേര് വിളിച്ച്, അത് നമ്മളേലും ഒത്തിരി പ്രായം കൂടുതലുള്ളവരെ നമ്മള് ക്ലാസ്സിൽ കയറുമ്പോ തന്നെ ഹായ് ഹലോ എന്നും പറഞ്ഞിട്ടാണ് നമ്മൾ കയറുന്നത്. നമ്മൾ നാട്ടിലേക്ക് ടീച്ചേഴ്സ് വരുമ്പോൾ നമ്മളെല്ലാവരും എണീറ്റ് വന്നിട്ട് ഗുഡ് മോർണിംഗ് മിസ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ്. എൻ്റർലി ഡിഫറെന്റ് ആണ്. അതുപോലെ തന്നെ ഇവിടെ വലിയ ആൾക്കാർ, കൊച്ചു കുട്ടികൾ വരെ വലിയ ആൾക്കാർ, നമ്മൾ നാട്ടിൽ അങ്കിൾ ആൻറ്റി അല്ലെങ്കിൽ ചേട്ടാ ചേച്ചി എന്ന് പറഞ്ഞുള്ള വിളിയുണ്ടല്ലോ, അതിവിടെ ഇല്ല. എല്ലാവരും പേരാ വിളിക്കുന്നത്. അങ്കിൾ ആൻറ്റി എന്നൊക്കെ വിളിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലഡ് റിലേഷൻ ഉള്ളവരെ മാത്രമേ അങ്ങനെ കൂടുതലും വിളിക്കാറുള്ളൂ. ഇവിടെ വന്നിട്ട് എങ്ങനെ തണുപ്പ് എങ്ങനെയുണ്ട്? ഇവിടെ തണുപ്പ് മാത്രമേ ഉള്ളൂ. ഇപ്പൊ തണുപ്പ് തുടങ്ങിയിട്ടുണ്ട് നല്ല ഒട്ടും. പിന്നെ ഇപ്പൊ കുഴപ്പമില്ല വെച്ചാല് എല്ലായിടത്തും ഹീറ്ററും അങ്ങനെ സെൻട്രലൈസ്ഡ് ഹീറ്ററും കാര്യങ്ങളും ഉള്ളത് കാരണം എല്ലായിടത്തും ഹീറ്റിംഗ് ഉണ്ട്. അതുകൊണ്ട് നമുക്ക് അകത്തിരിക്കുമ്പോഴും ഈവൻ ബാത്റൂമിൽ വരെ നമുക്ക് ഹീറ്റർ സെറ്റപ്പ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് നമുക്ക് അത്രയും വീടിനകത്തിരിക്കും തോന്നില്ല. പിന്നെ പുറത്ത് വരുമ്പോഴാണ് ഇങ്ങനെ തണുപ്പും കാര്യങ്ങളൊക്കെ തോന്നുന്നത്. പിന്നെ ഇവിടെ ഇപ്പോൾ ഫ്രണ്ട്സൊക്കെ ആയി, ഇപ്പോൾ വന്നില്ലേ ഉള്ളൂ. ഇപ്പോൾ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ആയോ? അതെയോ നാട്ടിലെന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ ഫ്രണ്ട്സ് ഉണ്ട്, അയൽക്കാരുണ്ട്, അങ്ങനെ കുറേ ആൾക്കാരെ നമുക്ക് കാണാം. ഇവിടെ പക്ഷെ അങ്ങനെയല്ലല്ലോ അത്. പക്ഷെ ഇവിടെ എനിക്ക് തോന്നുന്നു ഇവിടെ ഉള്ളവർ നല്ല യൂണിറ്റിയിലാണ്. കാരണം ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഒരു അരമണിക്കൂർ കൊണ്ട് ഇവിടെയുള്ള എല്ലാ മലയാളി ഫാമിലീസിനും നമുക്ക് പോയി കാണാൻ പറ്റുന്നത്. കാരണം അത്രയും അടുത്തടുത്താണ്. അപ്പോൾ അവർ തന്നെ നല്ല കോണ്ടാക്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാ ഹെൽപ്പിനും നല്ല ഹെൽപ്പാണ് എല്ലാവരും. പിന്നെ അതുപോലെ തന്നെ ഇവിടുത്തെ യൂണിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ യൂണികളിലൊക്കെ സ്മോക്കിംഗ് ഏരിയ, മിനി ബാർ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. നാട്ടിലൊക്കെ നമുക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല ഇങ്ങനെ സ്മോക്ക് ചെയ്തിട്ട് യൂണി പോണ കാര്യമൊന്നും. അതിനെ പറ്റി ഒന്ന് പറഞ്ഞു. ഞങ്ങളുടെ യൂണിവേഴ്സിറ്റിയിൽ മിനി ബാർ ഉണ്ട്. സ്മോക്കിംഗ് എന്ന് പറഞ്ഞിട്ട് വേറൊരു സെക്ഷൻ തന്നെയുണ്ട്. ചില സ്ഥലത്തൊന്നും നമുക്ക് സ്മോക്ക് ചെയ്യാൻ പാടില്ല. അപ്പോൾ അവർ തന്നെ നമുക്ക് പ്രൊവൈഡ് ചെയ്തതാണ്. ആകെ ഒരു കണ്ടീഷൻ ആ ഏരിയയിൽ പോയി സ്മോക്ക് ചെയ്യണമെന്ന് മാത്രം. ആ ഒരു ഏരിയയിൽ പോയി, അത് അത്യാവശ്യം ഒരു വലിയൊരു റൂം പോലെയാണ്. പിന്നെ അതല്ല ക്ലാസ്സിന്റെ ഇടയ്ക്ക് ഇങ്ങനെ നമുക്ക് ഫുഡ് വേണമെങ്കിൽ കൊണ്ടുപോകാം. ഫുഡ് കഴിച്ചിട്ടും ക്ലാസ് അറ്റൻഡ് ചെയ്യാറുണ്ട്. നമുക്ക് വേണ്ട സ്നാക്സോ ഡ്രിങ്ക്സോ എന്തെങ്കിലും വേണമെങ്കിൽ നമുക്ക് തന്നെ മേടിച്ചുകൊണ്ടിരാം. നമുക്ക് തന്നെ അവിടെ നിന്ന് കഴിക്കാം. അറ്റൻഡൻസ് കമ്പൽസറി ആണല്ലേ? അറ്റൻഡൻസ് 85% വേണം എന്നുള്ള രീതിയാണ്
ഞങ്ങളുടെ യൂണിവേഴ്സിറ്റിയിൽ. ഓരോ കോഴ്സ് ഡിപ്പെൻഡ് ചെയ്തിട്ടാണോ എന്ന് അറിയില്ല എനിക്ക്. ഇവിടെ എങ്ങനെ നാട്ടിലെ പോലെ ക്വസ്റ്റ്യൻസ് ചോദിക്കുക അങ്ങനെ സ്ട്രിക്റ്റ് ആയിട്ട് തോന്നുന്നുണ്ടോ? നമുക്ക് തന്നെ വലിയ സ്ട്രിക്റ്റ് ആയിട്ട് നമുക്ക് തോന്നണമൊന്നുമില്ല, പക്ഷേ നമുക്കത് കംഫർട്ടബിൾ ആണ്. ഓക്കെ ഓക്കെ. മെർലിനോട് ചോദിക്കട്ടെ, ഇവിടുത്തെ കൂടുതലും യു കെയിലെ സിലബസ് എന്ന് പറഞ്ഞാൽ സെൽഫ് സ്റ്റഡിയാണ്. നമ്മൾ തന്നെ എഫേർട്ട് എടുത്താലേ നമുക്ക് പഠിക്കാൻ പറ്റൂ. നാട്ടിലൊക്കെ എന്ന് പറഞ്ഞാൽ ടീച്ചേഴ്സ് 24/7 സ്പൂൺ ഫീഡിങ് പോലെ നമ്മളെ പഠിപ്പിച്ചു തരും. അപ്പോൾ ഇവിടെ എങ്ങനെ നിങ്ങൾക്ക് എങ്ങനെ ഹെൽപ്ഫുൾ റിസോഴ്സസ്, ലൈബ്രറി കാര്യങ്ങളൊക്കെ? മെയിനായിട്ട് ലൈബ്രറി ആണ്. അപ്പോൾ നമുക്ക് 24 hours ലൈബ്രറി അവൈലബിൾ ആണ്. അപ്പോൾ ചില സ്റ്റുഡൻസൊക്കെ 2 മണി വെളുപ്പിന് 2 മണി 3 മണി വരെ ലൈബ്രറിയിൽ ഇരുന്ന്, അതായത് അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യേണ്ട സമയത്ത് നമുക്ക് മെയിനായിട്ടും ലൈബ്രറിയിൽ നിന്ന് ബുക്കൊക്കെ എടുത്തിട്ട് വേണം, റെഫർ ചെയ്തിട്ട് വേണം സബ്മിറ്റ് ചെയ്യാൻ. അപ്പോൾ കുട്ടികൾ ഒത്തിരി നേരം ലൈബ്രറിയിൽ ഇരുന്നിട്ടാണ് അതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ 24 hours ലൈബ്രറി. ഇപ്പോൾ ഈ കൊറോണ ആയതുകൊണ്ട് ലൈബ്രറി, കൊറോണ വന്നതിന് ശേഷം ഇപ്പോൾ ലൈബ്രറിയുടെ സമയം ഒന്ന് മാറ്റിയിട്ടുണ്ട്. അതായത് നമുക്ക് 4 മണി 5 മണി വരെ, എങ്കിലും അവരുടെ പരമാവധി ആ ഒരു ലിമിറ്റഡ് ഇതിൽ നിന്നുകൊണ്ട് തന്നെ അവർ ലൈബ്രറി ഓപ്പൺ ആക്കാൻ നോക്കുന്നുണ്ട്. അപ്പോൾ കുട്ടികളുടെ മെയിൻ ഒരു എന്താ പറയുക ഉപകാരപ്രദമായ ഒരു ഏരിയ ആണ് യൂണിവേഴ്സിറ്റിയിലെ ലൈബ്രറി എന്ന് പറയുന്നത്. മോളെ മാരീഡ് ആണല്ലോ, ഇപ്പോൾ ഹസ്ബൻഡ് വന്നിട്ടുണ്ടോ? വന്നിട്ടില്ല. ഇപ്പൊ എങ്ങനെ കറന്റ് സിറ്റുവേഷനിൽ വിസയ്ക്ക് ഡിലേ ഉണ്ടോ? അത് ഇപ്പൊ കൊണ്ടുവരണ്ടെന്ന് വെച്ചിട്ട്? അത് അങ്ങനെയല്ല, നമ്മൾ ഇവിടെ വന്നതിന് ശേഷം അപ്ലൈ ചെയ്യണമെങ്കിൽ നമുക്ക് കൂടുതൽ ഡോക്യുമെന്റ്സ് ആക്കാനായിട്ട് പറ്റും. ഇപ്പം നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്ന അക്കോമഡേഷൻ, ടെനൻസി, പിന്നെ നമുക്ക് യൂണിവേഴ്സിറ്റിയിൽ നമ്മുടെ കറണ്ട് സ്റ്റുഡൻ്റ് ആണെന്ന് പറഞ്ഞിട്ട് ഒരു ലെറ്റർ കിട്ടും. അപ്പോൾ അതൊക്കെ നമ്മൾ വിസ ഫയൽ ചെയ്യുമ്പോൾ അത് കുറച്ചും കൂടി ഹെൽപ്ഫുൾ ആയിരിക്കും. അതില്ലാതെ ചെയ്യുന്നവരുണ്ട്, പക്ഷേ നമുക്കത് റിസ്ക് ആയിട്ട് വരും ഡിപ്പെൻഡൻറ്റിനെ കൊണ്ടുവരാനായിട്ട്. ഇപ്പോൾ പിന്നെ കറണ്ട് സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്ക് വാക്കിൻ അപ്പോയിൻമെൻറ്റ് ഉണ്ടായിരുന്നു കൊച്ചി VFSലൊക്കെ, പക്ഷേ ഇപ്പോൾ അതൊന്നും ഇല്ല, അതൊക്കെ നിന്നു. പിന്നെ നമുക്കിപ്പോൾ അപ്പോയിൻമെൻറ്റ് എടുത്ത് ഡേറ്റ് കിട്ടാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. 1 മാസം അങ്ങനെയൊക്കെ പിടിക്കുന്നുണ്ട്. അപ്പോൾ ആള് വിസയ്ക്ക് അപ്ലൈ ചെയ്തപ്പോൾ ബാംഗ്ലൂർ പോയിട്ടാണ് ചെയ്തത്. കാരണം ഇപ്പോൾ കൊച്ചിയിൽ കിട്ടാണ്ട് വന്നപ്പോൾ ബാംഗ്ലൂരാണ് ഡേറ്റ് എടുത്ത് ചെയ്തത്. അപ്പോൾ ഈ ബാംഗ്ലൂർ പോയിട്ട് എടുക്കണം? അവിടെ പോയിട്ട് അല്ല, നമ്മൾ ഓൺലൈനിൽ ഡേറ്റ് ബുക്ക് ചെയ്തിട്ട് അവിടെ പോയിട്ട് അപ്പോയിൻമെൻറ്റ് ചെയ്യും. ഇത് പറഞ്ഞപ്പോഴോ ഡോണയ്ക്ക് ഒരു യൂട്യൂബ് ചാനലുണ്ട്, ഡോണാസ് വേൾഡ് അല്ലേ? ഇത് അതിന്റെ ലിങ്ക് ഞാൻ ഇവിടെ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്തേക്കാം. നിങ്ങളൊക്കെ അതൊന്ന് പോയി കാണട്ടോ, നല്ല അടിപൊളി ചാനലാണ്. ഡോണയ്ക്കും മെർലിനും ജിൻഡോയ്ക്കും എല്ലാവർക്കും ഒത്തിരി താങ്ക്സ് കേട്ടോ, ഇത്രയും ഇൻഫോർമേഷൻ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തതിന്. ഇവിടെ യു കെയിലോട്ട് വരാൻ ഒത്തിരി പിള്ളേർ ആഗ്രഹിച്ചിരിക്കുന്നവരുണ്ടല്ലോ, അവർക്കൊക്കെ കുറച്ചെങ്കിലും ഹെൽപ്ഫുൾ ആവുമല്ലോ. നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് കുറേ കാര്യങ്ങൾ ചിലപ്പോൾ ഞങ്ങൾ ഇൻക്ലൂഡ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടാവും. ഡൗട്ട്സ് കാര്യങ്ങളുള്ളവർ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാം കേട്ടോ. ഞാൻ ആൻസർ ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ ആൻസർ ചെയ്യാം. അല്ല ഇനിയിപ്പോൾ നിങ്ങൾക്ക് വേറൊരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ടാണ് ചെയ്യേണ്ടതെങ്കിൽ ഇപ്പോൾ ഇവിടുത്തെ യു കെയിലെ ഷോപ്പിങ്ങിനെ പറ്റി, ഏതൊക്കെ ഷോപ്സാണ് അഫോർഡബിൾ ആയിട്ടുള്ളത്, അങ്ങനെ ഓരോരോ സെക്ഷനായിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളെല്ലാം ഒന്ന് മെൻഷൻ ചെയ്താൽ മതി, അതനുസരിച്ച് ചെയ്യാം കേട്ടോ. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. താങ്ക് യു. ബൈ.